ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെയുള്ളത് ഓൾ ന്യൂ ബൊലേറോ ക്ലാസിക് എന്ന് പറയുന്ന വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾ റിവ്യൂ ചെയ്യുന്നതിൻ്റെ മുന്നേ രണ്ട് കളർ കോമ്പിനേഷനിലാണ് ഈ വീഡിയോ എടുത്തത്. അതായത് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു കളറും കൂടാതെ ഡയമണ്ട് വൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു കളറും B8 ഫുൾ ഓപ്ഷൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഒറ്റ നോട്ടത്തിൽ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഒരുപിടി നല്ല മാറ്റങ്ങൾ ഈ വാഹനത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാഹനത്തിൻ്റെ അലോയ് വീല്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈഡ് ഫ്ലോ എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹാൻഡ്ലിങ്ങും അതേപോലെ തന്നെ ഡ്രൈവിങ്ങിൻ്റെ സിസ്റ്റം വെച്ച് നല്ലൊരു കംഫർട്ട് ഡ്രൈവിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പുതിയൊരു മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ് ഫ്രണ്ട് കൊടുത്തിട്ട്. അതുകൊണ്ട് തന്നെ വാഹനത്തിന് നല്ലൊരു സ്പോർട്ടി ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ബ്ലാക്കിൽ ഒരു ക്രോം ഫിനിഷ് ഒക്കെ വരുന്ന രീതിയിലാണ് ഹെഡ് ലാമ്പ് വരുന്നത്. അതിലൊരു ഡിമ്മും ബ്രൈറ്റും വരുന്ന രീതിയിലുള്ള ഹെഡ് ലാമ്പ് ആയിട്ടാണ് ഈ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പാർക്ക് ലാമ്പ് എന്നുള്ള ലെവലും ഇത് ടേൺ ഇൻഡിക്കേറ്ററും ഇത് സ്റ്റാറ്റിക് ബെൻഡിങ് ഹെഡ് ലാമ്പും ആ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ താഴത്തായിട്ട് ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം. ഫുൾ ഓപ്ഷനാണ് ഫോഗ് ലാമ്പ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഗ്രിൽ പാറ്റേണിലൊക്കെ വരുന്ന ടൈമിൽ ഒരു ബ്ലാക്ക് ഫിനിഷിൽ ക്രോമും ബ്ലാക്കിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു എടുപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു സ്പോർട്ടി ലുക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു ഗ്രിൽ പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. ബമ്പർ എന്ന് പറയുമ്പോൾ ഇതിന്റെ മെറ്റൽ ബമ്പറാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന് മാത്രമാണ് നമുക്ക് മെറ്റൽ ബമ്പർ വിസിബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ ബോണറ്റ് സ്പേസ് ഒക്കെ വരുമ്പോൾ നല്ല സ്പോർട്ടി ലൈന് പോലെയുള്ള തോന്നിപ്പിക്കുന്ന ആ ഒരു ലെവലുള്ള ബോണറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന ടൈമിന് വീലാർച്ചിന്റെ മേലെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഒരു വീലാർച്ച് ക്ലാഡിങ് പോലെ ബോഡി കളർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ബോഡിയിൽ ഇവിടെ ഒരു ബോഡി ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അത് വണ്ടിയുടെ ബാക്ക് സൈഡോളം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. വീലിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് ഒരു ഡയമണ്ട് കട്ടായിട്ടുള്ള R15 അലോയ് വീലാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമുക്ക് ബ്രിഡ്ജ് സ്റ്റോണിന്റെ ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് R15 അതായത് നമ്മളെ അലോയ് വീല് R15 എന്ന് പറയുമ്പോൾ 215/75 R15 ടയറാണ് നൽകിയിട്ടുള്ളത്. ഒരു വലിയ ടയർ തന്നെയാണ് വരുന്നത്. മഡ് ഫ്ലാപ്പ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നുള്ളത് ഫുഡ് സ്റ്റെപ്പാണ്. ഇൻബിൽറ്റ് ആയിട്ട് ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ബോഡിയിലൊക്കെ കുറെ ഗ്രാഫിക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ബോഡിയുടെ പ്രൊഫൈലിൽ അങ്ങോളം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ബോഡി ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഓവർ വ്യൂ മിറർ വരുമ്പോൾ അത് നമുക്ക് ബോഡി കളേർഡ് തന്നെയാണ്. ഈ ഒരു ഡോർ ഹാൻഡിലൊക്കെ വരുമ്പോൾ ബ്ലാക്കിലൊരു ക്രോം അല്ല അലൂമിനിയം ഫിനിഷിലുള്ള ഒരു മെറ്റീരിയലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡോറിൽ നമുക്ക് ഇവിടെ പുതുതായിട്ട് നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും അതേപോലെ തന്നെ ചെറിയൊരു പോക്കറ്റ് ഏരിയ നൽകിയിട്ടുണ്ട്. ഡോർ ഓപ്പണിങ്ങിന്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ഹാൻഡ് വെക്കാനുള്ള ഒരു ജസ്റ്റ് പോക്കറ്റും ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ബാക്കിലത്തെ ഈ റിയർ ഡോറിലേക്ക് വരുന്ന ടൈമിന് ഇവിടെ ചെറിയൊരു പോക്കറ്റും പിന്നെ വിൻഡോ ഓപ്പണിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചൈൽഡ് സേഫ്റ്റി ലോക്കിന്റെ ഭാഗങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബൊലേറോ B8 എന്നുള്ള ആ ഒരു ഭാഗം കാണാം. അതിന്റെ നെയിമിങ് കാര്യങ്ങൾ ചെയ്തിട്ട് A പില്ലറും B പില്ലറും C പില്ലറൊക്കെ വൈറ്റ് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. റിയർ സൈഡിലും അതിന്റെ മഡ് ഫ്ലാപ്പ് വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ മഡ് ഫ്ലാപ്പും കൂടെ കൊടുക്കാം. റിയർ സസ്പെൻഷൻ വരുന്നത് ലീഫ് സസ്പെൻഷൻ ആണ്. എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഫിൽ ചെയ്യാനുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഇനി റിയർ സൈഡിലേക്ക് വരുന്ന ടൈമിന് നമുക്ക് വാഹനത്തിന്റെ റിയർ സൈഡാണ് ഇങ്ങനെയുള്ളത്. ഇതിന്റെ റിയർ സൈഡിലുള്ള വീല് നമുക്ക് അലോയ് വീല് അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ നമുക്ക് സ്റ്റീൽ വീലാണ് വരുന്നത്. വിത്ത് വീൽ കവർ ഉണ്ട്. വീൽ കവർ ഇപ്പോൾ ഇതിന്റെ ഉള്ളിൽ അഴിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് റിയർ ഓപ്പണിംഗ് ഡോറിന്റെ ഭാഗമാണ്. വൈപ്പർ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ വാഷറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇൻസൈഡിലേക്ക് വരുന്ന ടൈമിന് ഇതിന്റെ വീൽ കവറാണ് ഇത് അഴിച്ചു വെച്ചിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ടൈപ്പ് വീൽ കവർ റിയർ സൈഡിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെതർ ഫിനിഷിൽ വരുന്ന സീറ്റാണ് വരുന്നത്. അതായത് റിയർ പാസഞ്ചർ വരുമ്പോൾ ഫേസ് ടു ഫേസ് എന്നുള്ള ലെവലിലാണ് ഈ ഒരു സീറ്റ് മടക്കി വെച്ചിട്ട് ഇങ്ങനെയാണുള്ളത്. നല്ല കുഷ്യനുള്ള ടൈപ്പ് നല്ല ലെതർ ഫിനിഷിൽ വരുന്ന സീറ്റാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാനുള്ള ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു സീറ്റ്. അപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് നല്ല കൂടുതൽ കിട്ടും. പിന്നെ ഇൻസൈഡിലേക്ക് കയറാനുള്ള ഒരു ഫുഡ് സ്റ്റെപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. രണ്ട് പാർക്കിംഗ് സെൻസറാണ്. റിയർ പാർക്കിംഗ് സെൻസറും പിന്നെ നമ്പർ പ്ലേറ്റിന്റെ ഈ ഒരു പോർഷൻ കാര്യങ്ങൾ ആ രീതിയിലാണ് റിയർ സൈഡ് നൽകിയിട്ടുള്ളത്.
റിയർ അതായത് മിഡ് റോ സീറ്റിലേക്ക് വരുന്ന ടൈമിന് ഒരു താഴോട്ടേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് സീറ്റ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന ടൈമിൽ നല്ല കംഫർട്ട് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഇന്റീരിയറിൽ കയറുന്ന ടൈമിന് മുട്ടൊന്നും തട്ടുന്നില്ല. ഇതിപ്പോൾ ഇത് ഏറ്റവും മാക്സിമത്തിലാണ് ഈ ഒരു സീറ്റ് ഉള്ളത്. ഇത് മിനിമം എന്നുള്ള ലെവലിൽ നമുക്ക് മുട്ടൊന്നും തട്ടുന്നില്ല, നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെയൊക്കെ നമുക്കൊരു ഗ്രാബ് റെയിൽ കാര്യങ്ങൾ 4 ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഭാഗത്ത് അതുണ്ടാവില്ല. ഇങ്ങനെയാണ് വാഹനത്തിൻ്റെ ഇന്റീരിയർ കാര്യങ്ങൾ. വാഹനത്തിന്റെ കീ ഈ ഒരു ടൈപ്പ് കീ ആണ്, അതായത് ലോക്ക് അൺലോക്ക് അതേപോലെ തന്നെ ഒരു നമുക്ക് വാഹനം എവിടെയും നിർത്തിയിട്ട് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബീപ്പ് സൗണ്ട് വരാനുള്ള ആ ഒരു ലെവലുള്ള കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒരു ഫ്ലിപ്പ് ടൈപ്പ് കീ ആണ്. ഗിയറിലേക്ക് വരുമ്പോൾ ഇതിന്റെ സ്റ്റിയറിംഗ് വീൽ ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ്. പുതുതായിട്ട് ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഓഡിയോ കൺട്രോൾ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് മഹീന്ദ്രന്റെ എംബ്ലം കാണാം. ഈ ഒരു ടൈപ്പ് ഹോണും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു അലൂമിനിയം ഫിനിഷിൽ വരുന്ന എലിമെന്റ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് പുതുതായിട്ടൊരു ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ്. ഫ്രണ്ട് എ സിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അവിടെ എ സിന്റെ കാര്യങ്ങളുണ്ട്. ഡാഷ്ബോർഡൊക്കെ ഒരു ബ്രൗൺ കളറിലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്ലവ് ബോക്സ് വിത്ത് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെയാണ്. ഡോർ സൈഡിലേക്ക് വരുന്ന ടൈമിൽ ഇവിടെ നമുക്ക് ഹാൻഡ് റെസ്റ്റിന്റെ കാര്യങ്ങളുണ്ട്, ഡോർ ഓപ്പണിങ്ങിന്റെ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ബോട്ടിൽ വിത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള ലെവലിൽ നൽകിയിട്ടുണ്ട്. സീറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ലെതർ ഫിനിഷിലുള്ള സീറ്റാണ് നൽകിയിട്ടുള്ളത്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ ലെതർ ഫിനിഷിലുള്ള സീറ്റാണ്. ഇവിടെയൊക്കെ നമുക്ക് നമ്മളെ സീറ്റ് ബെൽറ്റിന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഡോർ ഫ്രണ്ടിലുള്ള വിൻഡോ ഓപ്പണിങ്ങിന്റെ ബട്ടൺസ് ഇവിടേക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡറും പിന്നെ ഹാൻഡ് ബ്രേക്കിന്റെ ലിവർ ഭാഗങ്ങളാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗിയർ ലിവറിന്റെ കാര്യങ്ങളൊക്കെയാണ്. അത്രയും ഭാഗമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന ടൈമിന് ഓഡോമീറ്റർ അതേപോലെ തന്നെ ഡിസ്റ്റൻറ്റ് MT കാര്യങ്ങൾ ഇതിലുണ്ടാവും. അതേപോലെ തന്നെ ക്ലോക്ക് കാര്യങ്ങൾ, കൂടാതെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിലുണ്ട്. സ്പെയർ വീലിലടക്കം ടയർ പ്രഷർ അത്രയാണ് കാണിക്കും. പിന്നെ ഡിജിറ്റലായിട്ട് സ്പീഡ് കാണിക്കേണ്ട ഭാഗങ്ങളാണ്. പിന്നെ അതർ എന്തെങ്കിലും വാർണിങ്സ് കാര്യങ്ങളുണ്ട് ഇവിടെ ഉണ്ടാവും. ഇത് മോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് ട്രിപ്പ് A ട്രിപ്പ് B സെലക്ട് ചെയ്യാനും ഇത് നമുക്കത് റീസെറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് RPM മീറ്ററിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഫ്യൂൽ ഗേജിന്റെ കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിലായിട്ടും നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഹസാർഡ് ലാമ്പിന്റെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. ഉള്ളിലായിട്ടാണ്, പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല. അതിന്റെ ഉള്ളിലായിട്ടാണ് ഹസാർഡ് ലാമ്പിന്റെ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ടച്ച് സ്ക്രീനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ടൈപ്പാണ്. ഇതിൽ നമുക്ക് നാവിഗേഷൻ, ബ്ലൂടൂത്ത്, റേഡിയോ, മ്യൂസിക്കും, സെറ്റിങ്സും പിന്നെ ആപ്പ് എന്നുള്ള ലെവലിൽ ഈ ടൈപ്പ് ആപ്പ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൽ വന്ന ഒരു മെയിൻ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള ലെവലിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ താഴത്തായിട്ട് ഇവിടെ നമുക്ക് 12 വോൾട്ടിന്റെ ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ ഹീറ്റും കൂളും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടനാണ്. ഇത് ഡീഫോഗർ ഫ്രണ്ടിലത്തെ ആണ്. പിന്നെ ഇവിടെ AC ബ്ലോവറിന്റെ സ്പീഡും കാര്യങ്ങളും അതേപോലെ തന്നെ AC ഓൺ ഓഫ് എന്നുള്ള ബട്ടണും കാര്യങ്ങളൊക്കെയാണ് അവിടെ നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹെഡ് ലാമ്പിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ഒരു മൈക്രോ ഹൈബ്രിഡിന്റെ ബട്ടണും അവിടെ വരുന്നത്. അത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഡാഷ്ബോർഡിൽ കാണാനുള്ളത്. പിന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വാനിറ്റി മിറർ ഇല്ല ഒരു സൺവൈസറിന്. പിന്നെ ഇവിടെയും നമുക്ക് വാനിറ്റി മിറർ ഇല്ലാത്ത സൺവൈസറാണ് നൽകിയിട്ടുള്ളത്. പിന്നെ മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓറും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു റൂഫ് ലാമ്പും വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് എഞ്ചിനെ കുറിച്ച് പറയാം. 1.5 ലിറ്റർ MHOK BS6 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അത് 75 PS പവർ 3600 RPM അതേപോലെ തന്നെ 210 Nm ടോർക്ക് 1600 മുതൽ 2200 RPM ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ മറ്റുള്ള കാര്യത്തിലേക്ക് വരുന്ന ടൈമിന് ഇതിൻ്റെ ഒരു റൈഡ് ഫ്ലോ ടെക്നോളജി എന്ന് പറയുന്ന പുതിയൊരു നമ്മളെ ഡ്രൈവിംഗ് കംഫർട്ട് കൂട്ടുന്ന ആ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റെബിലിറ്റി അതേപോലെ തന്നെ കൺട്രോളിൽ വരുന്ന, അതായത് ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള നല്ല ബ്രേക്കിംഗ് ഡൈനാമിക്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ലൈറ്റർ സ്റ്റിയറിംഗ് ആണ്. ഇതൊക്കെ പുറത്തിണക്കിക്കൊണ്ടാണ് റൈഡ് ഫ്ലോ ടെക്നോളജീനെ എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി പറയുന്നത്. കാരണം ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, അതായത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഡ്രൈവിങ്, സ്മൂത്തർ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ IFS കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ റിജിഡ് ലീഫ് സ്പ്രിംഗ് ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വാഹനത്തിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കംഫർട്ട് രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ബൊലെറോ ഓടിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് വാഹനത്തിന് 2650 mm വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. ഒരു 7 സീറ്റർ വാഹനം ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. അതായത്
3995 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അതിൽ 2650 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് തന്നെ തികച്ചും പറയാം. പിന്നെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുമ്പോൾ 60 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നോർമൽ ആളുകൾ ചോദിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എത്രയാണ്. ബൊലേറോ എന്ന് പറയുന്ന ഒരു വാഹനം, ഒരുപാട് വാഹനം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൈലേജിനെ കുറിച്ച് അറിയുന്നവർ മാക്സിമം എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കും അതേപോലെ തന്നെ മറ്റുള്ളവർക്കും അതൊരു ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും. വേരിയൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ B4, B6, B6 ഓപ്ഷൻ, B8 എന്ന് പറയുന്ന 4 വേരിയൻ്റിലാണ് നമുക്ക് ബൊലേറോ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ B4 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ 9,49,000, B6-ന് 10,30,000 രൂപയും, B6 ഓപ്ഷന് 10,78,000 രൂപയും, B8-ന് 11,48,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനത്തെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വാഹനത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡിസ്ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്